ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ നമ്മുടെ റിച്ചപ്പനെ ആണെങ്കിൽ സഞ്ജീവനി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ അവനാണെങ്കിൽ കഫക്കെട്ടൊക്കെ കൂടിയിട്ട് അപ്പം നമ്മളാണെങ്കിൽ 2 ബോട്ടിൽ ആൻറ്റിബയോട്ടിക് അവന് കൊടുത്തു. പക്ഷേ എന്നിട്ടൊന്നും അവന് കുറയുന്നില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു നമുക്കെങ്കിൽ അഡ്മിറ്റ് ആക്കാമെന്ന് പറഞ്ഞു. അഡ്മിറ്റ് ആക്കിയിട്ട് ഇഞ്ചക്ഷൻ എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അവനാണെങ്കിൽ മരുന്ന് കുടിക്കത്തില്ല കേട്ടോ, മരുന്ന് കുടിക്കത്തേ ഇല്ല. ആദ്യമേയൊക്കെ ആണെങ്കിൽ അവൻ മരുന്ന് കുടിക്കുമായിരുന്നു, പിന്നെ അവൻ മരുന്ന് കുടിക്കത്തേ ഇല്ല. പിന്നെ ഞാനാണെങ്കിൽ കയ്യിലും തലയിലും ഒക്കെ പിടിച്ചിട്ടാണ് മരുന്നൊക്കെ കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ അവിടെ ആയിരുന്നല്ലോ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പീഡിയാട്രിക് വാർഡിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടുത്തെ ചേച്ചിമാർക്ക് എല്ലാവർക്കും എന്നെ അറിയാവുന്നതുകൊണ്ട് നല്ല കെയറിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ ചേച്ചിമാർ. നൈറ്റിലാണെങ്കിലും ഡേയിലാണെങ്കിലും അവരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു, നല്ല കെയറിങ് ആയിരുന്നു. പിന്നെ അതേപോലെ എൻ്റെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും കിടന്നവരൊക്കെ നല്ല കെയറിങ് ആയിരുന്നു കേട്ടോ. നമ്മുടെ റിച്ചപ്പനാണെങ്കിൽ വീട്ടിൽ കിട്ടുന്ന സാന്ദ്രം അവിടെ കിട്ടാത്തതുകൊണ്ട് ഭയങ്കര മൂച്ചാട്ടയും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം അന്നേരമൊക്കെ ഈ ചേച്ചിയുടെ അച്ഛനും അമ്മയൊക്കെയാണ് കേട്ടോ അവനെ എടുത്തുകൊണ്ട് നടന്നതും ഒക്കെ. രാത്രിയിലായാലും പകലായാലും അവരുടെ ഒരു കുഞ്ഞിനെ പോലെ കൊണ്ട് നടക്കുമായിരുന്നു കേട്ടോ അവനെ. പിന്നെ നമ്മൾ 5ൻ്റെ അന്ന് അവിടെ നിന്ന് ഡിസ്ചാർജ് ആയായിരുന്നു കേട്ടോ. ഇതാണെങ്കിൽ ഇപ്പം ഞങ്ങൾ ആശുപത്രിയിൽ നിന്ന് ഇപ്പം ഡിസ്ചാർജ് ആയിട്ട് ഇപ്പോൾ 2 ആഴ്ചയായി. എന്ന് വെച്ചാൽ ഞാനിപ്പോഴാണ് കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പം 5ൻ്റെ അന്ന് രാവിലെ സാറ് വന്നിട്ട് പറഞ്ഞു കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഡിസ്ചാർജ് ആക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവന് വൈകുന്നേരം 5 മണിക്കൊരു ഇഞ്ചക്ഷനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടേ പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ അവിടെ ആണല്ലോ വർക്ക് ചെയ്യുന്നത്, അവൾ ഒ പിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവളാണെങ്കിൽ ഇങ്ങനെ വന്നും പോയൊക്കെ നിൽക്കും കേട്ടോ. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കിന് ചേട്ടൻ വന്നായിരുന്നു കേട്ടോ. ചേട്ടൻ വന്ന് ബില്ലടയ്ക്കാനായിട്ട് പോയി. അപ്പം നമുക്ക് റിച്ചപ്പന് ക്യാനിലൊക്കെ ഊരണമായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ സന്ധ്യയായി കേട്ടോ വീട്ടിൽ വന്നപ്പം. റിച്ചപ്പൻ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അവന് ഓക്കെ ആയി. പിന്നെ അത് കഴിഞ്ഞ് 2 പ്രാവശ്യം ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു. അപ്പം സാറ് പറഞ്ഞു അവന് പൂർണ്ണമായിട്ടും കഫക്കെട്ടെല്ലാം മാറിയെന്ന് പറഞ്ഞു. ഇപ്പോൾ അവന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അന്നാണെങ്കിൽ നല്ല കഫക്കെട്ടൊക്കെ ആയിരുന്നു. ഇപ്പോൾ അവന് കുഴപ്പവും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇത് നമ്മുടെ ഇന്ദ്രൂട്ടനാണ്. അങ്ങനെ 2 പേരും കൂടെ അവിടെ ഇരുന്ന് കളിക്കുകയാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.